ഹായ് ഫ്രണ്ട്സ്, കിച്ചൺ ഫീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ചൂടോടെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ പരിപ്പുവടയാണ്. വളരെ എളുപ്പം, കുറച്ച് ചേരുവകൾ കൊണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കിച്ചൺ ഫീൽസിന്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നന്നായി കഴുകിയെടുത്ത 2 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 12 പരിപ്പ് വടയോളം തയ്യാറാക്കാൻ പറ്റുന്ന അളവിലാണ് നമ്മളിവിടെ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് 3 മണിക്കൂറോളം നമുക്കിതൊന്ന് കുതിരാനായി മാറ്റിവെക്കാം. കടലപ്പരിപ്പ് ഇപ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. വെള്ളമെല്ലാം മുഴുവനോടെ മാറ്റിയതിന് ശേഷം ഇതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായി ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ 4-5 സെക്കൻഡ് ഹൈ സ്പീഡിൽ ഇതൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ അരഞ്ഞു പോവാതെ ഈ ഒരു പരുവത്തിൽ തരിതരിയായി അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തതായി അരച്ചെടുത്ത കടലപ്പരിപ്പിലേക്ക് ചെറുതായി അരിഞ്ഞ 15 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, 3 വറ്റൽ മുളക്, അല്പം കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുതിർത്തെടുത്ത കടലപ്പരിപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം പരിപ്പുവട ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണയൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായി തിളച്ചു വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ തിളച്ചു വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ ഒരു ചെറിയ ഉള്ളിയുടെ പീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ഇതുപോലെ വേഗം തന്നെ പൊങ്ങി വന്നാൽ എണ്ണ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം. അതിനായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവിൽ നിന്നും കുറച്ച് ഇതുപോലെ കയ്യിലെടുത്ത് ഒരു ഉരുളയാക്കി ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ നടുവശം ഇതുപോലെ കട്ടി കൂടിയും അറ്റം ഇതുപോലെ കട്ടി കുറച്ചും എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി ഓരോന്നായി എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം പരിപ്പുവട ആദ്യം താഴ്ന്നേ കിടക്കുകയുള്ളൂ. ഇനി ഇതൊന്ന് പൊങ്ങി വരുന്നിടം വരെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പരിപ്പുവട ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഇരുവശവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച എല്ലാ പരിപ്പുവടയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പരിപ്പുവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കിച്ചൺ ഫീൽസിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.